ശക്തമായ മഴയ്ക്ക് പിന്നാലെ സൗദി അതിശൈത്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ നേരിടുക ഏറ്റവും കടുത്ത തണുപ്പായിരിക്കും. കാലാവസ്ഥ മാറിയതോടെ സജീവമായിരിക്കുകയാണ് റിയാദിലെ സാധാരണ മാർക്കറ്റുകൾ. ജാക്കറ്റുകൾക്കും ബ്ലാങ്കറ്റുകൾക്കുമാണ് ആവശ്യക്കാർ ഏറെയും. വിശാൽ ചെർപ്പുളശ്ശേരി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണും. കനത്ത മഴക്കും ശീതക്കാറ്റിനുമൊപ്പം റിയാദ് നഗരവും തണുത്തിരിക്കുകയാണ്. തണുപ്പേറിയതോടെ സജീവമായിരിക്കുകയാണ് ബത്ഹയിലെ മാർക്കറ്റുകൾ. മലയാളികൾ ഏറെയുള്ള ബത്ഹയിലെ കേരള മാർക്കറ്റിലെ തണുത്ത ദൃശ്യങ്ങളും വിശേഷങ്ങളുമാണ് ഇന്ന്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെത്തിയ മഴയ്ക്ക് പിന്നാലെ അതിശൈത്യം സൗദിയിലേക്ക് പ്രവേശിച്ചു. ശക്തമായ തണുപ്പാണ് സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്നത്. സൗദിയിലെ ഹായിൽ പ്രവിശ്യ, തബൂക്ക് പ്രവിശ്യയുടെ വിവിധ ഭാഗങ്ങൾ, വടക്കൻ അതിർത്തി പ്രദേശങ്ങൾ, ഇവിടങ്ങളിലെല്ലാം കനത്ത മഞ്ഞുവീഴ്ച അനുഭവപ്പെട്ടിട്ടുണ്ട്. ശീതക്കാറ്റിനൊപ്പം റിയാദിലും തണുപ്പെത്തിയിരിക്കുകയാണ്. മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് ഇവിടങ്ങളിൽ. അതിശക്തമായ തണുപ്പ് നഗരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ 5 ഡിഗ്രി വരെ താപനില താഴ്ന്നിരുന്നു. തണുപ്പേറിയതോടെ ശൈത്യത്തെ പ്രതിരോധിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് പ്രവാസികളായ മലയാളികളടക്കം. തണുപ്പ് നേരത്തെ എത്തിയത് ആഘോഷിക്കുന്നവരും കുറവല്ല. തണുപ്പ് കടുത്തതോടെ ശൈത്യത്തെ പ്രതിരോധിക്കാനുള്ള ഉൽപ്പന്നങ്ങളുമായി മാർക്കറ്റുകളും സജീവമായി. വിവിധ തരത്തിലുള്ള ജാക്കറ്റുകൾ, കമ്പിളിപ്പുതപ്പുകൾ തുടങ്ങിയവയ്ക്കാണ് ആവശ്യക്കാരേറെ. 15 റിയാൽ മുതലാണ് ജാക്കറ്റുകളുടെ നിലവിലെ വില. തണുപ്പ് അൽഹംദുലില്ലാഹ് നമുക്ക് പോയി പറഞ്ഞ മാതിരി ഇപ്പോൾ ഒരു 2-3 ദിവസം ഒരാഴ്ചയായിട്ട് നല്ല കച്ചവടമാണ്. ഇപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇന്നിപ്പോൾ ശരിക്കും ടൈമില്ല, കസ്റ്റമർ നിൽക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അൽഹംദുലില്ലാഹ് എല്ലാം ഉഷാറാണ്, അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കേരള മാർക്കറ്റിൽ ഇപ്പോൾ വരുന്ന ഇന്ത്യക്കാരും പാകിസ്ഥാനികളൊക്കെ വരുന്നത് നമ്മളെ പ്രതീക്ഷിച്ച് വരുന്ന കസ്റ്റമറാണ് കൂടുതൽ. ബത്ഹയിൽ മലയാളികൾ നിറയുന്ന മാർക്കറ്റാണ് കേരള മാർക്കറ്റ്. അതിസാധാരണക്കാരുടെ കൊടുക്കൽ വാങ്ങലുകൾ ഇവിടെയാണ്. വിവിധ ഉൽപ്പന്നങ്ങളുടെ കച്ചവടവുമായി സജീവമാണ് ഇവിടെ മലയാളി വ്യാപാരികളും. ഇവരെ മാത്രം തിരഞ്ഞെത്തുന്ന അന്യദേശക്കാരാണ് ഉപഭോക്താക്കളിൽ ഏറെയും. തണുപ്പ് ഇന്നലേക്ക് നല്ല ഭയങ്കര സഹിക്കാൻ പറ്റാത്ത തണുപ്പായിരുന്നു. അടിപൊളി തണുപ്പായിരുന്നു. ഓവർകോട്ട്, പിന്നെ മങ്ക ഡ്രസ്സ്, അങ്ങനെയുള്ള ഷാള്, പിന്നെ ക്യാപ്പ്, മങ്ക ക്യാപ്പ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ സെയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്ത് മുഹമ്മദിയാണ് വരുന്നത്. ഞങ്ങൾക്ക് പറയുന്ന ചേട്ടൻ്റെ കടയാണ്. പിന്നെ വാങ്ങിക്കണതിനനുസരിച്ച് നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സും ഉണ്ട്, വിലക്കുറവിന് ഐറ്റംസ്, നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ, അതെ, ഡിസ്കൗണ്ടും ഉണ്ട്. തണുപ്പ് കടുത്തതോടെ കച്ചവടം പൊടിപൊടിക്കുകയാണ് ഇവിടങ്ങളിൽ. ജാക്കറ്റിനും ബ്ലാങ്കറ്റിനും പുറമെ ഷൂസുകൾക്കും ആവശ്യക്കാരുണ്ട്. തണുപ്പ് ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല തണുപ്പാണ്, നല്ല അടിപൊളി തണുപ്പാണ്. സാധാരണ എത്ര തണുപ്പ് ഉണ്ടാവില്ല സ്റ്റാർട്ടിങ് വരുമ്പോൾ. ഈ മഴ ഇതിൻ്റെ ശേഷം നല്ല തണുപ്പാണ്. എല്ലാം ഉണ്ട്. ഇപ്പോൾ ഷർട്ടുണ്ട്, കോട്ടുണ്ട്, തൊപ്പിയുണ്ട്. മൊത്തത്തിൽ രാവിലെ മുതൽ ഇപ്പോൾ സാധാരണ ഉച്ചയ്ക്ക് കുറച്ച് ചൂടുണ്ടാവലുണ്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് അതൊന്നും ഉണ്ടായിട്ടില്ല. 2 ദിവസമായിട്ട് തണുപ്പ് തന്നെയാണ്, ഉച്ചക്കൊക്കെ തണുപ്പ് തന്നെയാണ്. കാലാവസ്ഥ നിലവിൽ കൂടുതൽ തണുപ്പിലേക്ക് നീങ്ങുകയാണ്. രാജ്യത്ത് വിനോദസഞ്ചാര മേഖല കൂടി സജീവമാകുന്ന സമയം കൂടിയാണിത്. ഈ സമയം യാത്ര ചെയ്യുന്നവരും ഏറെയാണ്. അവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിക്കൊണ്ട് മഞ്ഞു വീഴുന്ന പ്രദേശങ്ങളിൽ പോലീസും സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥരും നിലയുറപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തുടനീളം അടുത്ത 3 മാസം വരെ തണുപ്പ് തുടരും. ഫെബ്രുവരി പകുതിയോടെയായിരിക്കും കടുത്ത തണുപ്പിന് ശമനമാവുക. ആരോഗ്യകരമായും സുരക്ഷിതവുമായും ഈ തണുപ്പുകാലം ആസ്വദിക്കാൻ മന്ത്രാലയങ്ങളുടെ പ്രത്യേക നിർദ്ദേശങ്ങളുമുണ്ട്. റിയാദിൽ നിന്നും വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1.